ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഏപ്രിൽ 13. തലനാമം BJP അതിക്രമ ഭാഷ കേരളത്തിലും. ചരിത്രം തിരുത്തി തൽസ്ഥാനത്ത് അന്ധവിശ്വാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും തിരികെ കയറ്റുകയെന്നത് പതിറ്റാണ്ടുകളായി സംഘപരിവാരത്തിന്റെ പ്രധാന അജണ്ടയാണ്. സമീപകാലത്ത് അത് രാജ്യത്തെ സ്ഥലനാമങ്ങളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുന്നു. ചില പ്രധാന പട്ടണങ്ങളുടെയും പ്രമുഖ സ്ഥാപനങ്ങളുടെയും അറിയപ്പെടുന്ന റെയിൽവേ സ്റ്റേഷനുകളുടെയും പേരുകൾ തിരിച്ചറിയാനാവാത്ത വിധം ചുരണ്ടിക്കളഞ്ഞ് രസിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് അമേത്തിയിലെ 8 റെയിൽവേ സ്റ്റേഷനുകളുടെ പേര് മാറ്റാനുള്ള യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അംഗീകാരം നൽകുകയുമുണ്ടായി. പ്രദേശത്തെ ക്ഷേത്രങ്ങളുടെയും സന്യാസിമാരുടെയും വിഗ്രഹങ്ങളുടെയും പേര് നൽകണമെന്നായിരുന്നു ഉത്തർപ്രദേശ് സർക്കാരിന്റെ തീരുമാനം. ബ്രിട്ടീഷ് ഭരണകാലത്ത് നടപ്പാക്കിയ സ്ഥലങ്ങളുടെ പേരിടൽ അതത് നാടുകളിലെ ഭാഷയ്ക്ക് ചേരും വിധം സ്വാതന്ത്ര്യാനന്തരം മാറ്റുകയുണ്ടായി. കേരളത്തിലും അതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. എന്നാൽ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ശേഷം വരുത്തിയ മാറ്റങ്ങളും തിരുത്തലുകളും പുതിയവയുടെ അടിച്ചേൽപ്പിക്കലുകളും ഗൂഢലക്ഷ്യങ്ങളോടെയായിരുന്നു. പല നൂറ്റാണ്ടുകളായി ചരിത്രപരമായി നിലനിന്ന മുഗൾ, മുസ്ലിം, പേർഷ്യൻ മുഖഛായയുള്ള സ്ഥലനാമങ്ങൾ ഹൈന്ദവവൽക്കരിക്കുകയായിരുന്നു മുഖ്യലക്ഷ്യം. അങ്ങനെ അലഹബാദ് പ്രയാഗ്രാജും ഫൈസാബാദ് അയോധ്യയും മറ്റുമായി. വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടമാക്കുമെന്ന് വയനാട്ടിലെ NDA സ്ഥാനാർത്ഥിയായ BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ താമരശ്ശേരിയിലെ വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ചത് നിസ്സാരമല്ല. നേരത്തെ ഒരു സ്വകാര്യ കാവി ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് വിവാദം ഇളക്കിവിട്ടത്. ടിപ്പു സുൽത്താൻ എത്തും മുമ്പ് ആ സ്ഥലത്തിന്റെ പേര് ഗണപതി വട്ടമായിരുന്നു. അധിനിവേശം കഴിഞ്ഞിട്ടും തുടരുന്ന അത് മാറ്റുമെന്നാണ് പ്രഖ്യാപനം. സുൽത്താൻ ബത്തേരിയുടെ പേരുമാറ്റം അനിവാര്യമാണെന്നും വിഷയം 1984 പ്രമോദ് മഹാജൻ ഉന്നയിച്ചതാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ടിപ്പുവിന്റെ അധിനിവേശ ശേഷം ബ്രിട്ടീഷുകാരാണ് സുൽത്താൻ ബത്തേരിയാക്കിയത്. സുൽത്താന്റെ ആയുധപുര എന്നർത്ഥം വരുന്ന സുൽത്താൻ ബാറ്ററിയാണ് പിന്നീട് സുൽത്താൻ ബത്തേരിയാക്കിയതും. താൻ പാർലമെന്റ് അംഗമായാൽ ആദ്യ പരിഗണന വീണ്ടും ഗണപതി വട്ടമാക്കുന്നതിനാണെന്നും അത് സഫലമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹായം തേടുമെന്ന് വരെ സുരേന്ദ്രൻ തട്ടിവിട്ടു. മുസ്ലിം ഭരണാധികാരികളോടും സ്വാതന്ത്ര്യ സമര സേനാനികളോടും സാംസ്കാരിക പ്രതിഭകളോടും വിഷം പുരട്ടിയ അവജ്ഞ പുറത്തെടുക്കുന്ന അസഹിഷ്ണുതയുടെ തെളിവുമാണ് സുരേന്ദ്രന്റെ വിദണ്ഡവാദങ്ങൾ. അതിസമർത്ഥനായ ഭരണാധികാരിയും പണ്ഡിതനുമായിരുന്ന ടിപ്പു ശ്രദ്ധേയങ്ങളായ ഒട്ടേറെ ഭരണപരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിക്കുകയുണ്ടായി. ഫലപ്രദമായ ഭൂപരിഷ്കരണം, പുതിയ നാണയ സംവിധാനം, ഭൂനികുതി വ്യവസ്ഥ തുടങ്ങിയവ നടപ്പാക്കി. മൈസൂർ പട്ടുവ്യവസായം പുനരുജ്ജീവിപ്പിക്കാൻ ഏറെ പരിശ്രമിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായ ചെറുത്തുനിൽപ്പുകളിൽ പല നൂതന യുദ്ധോപകരണങ്ങളും പ്രയോഗിക്കുകയുമുണ്ടായി. മുസ്ലിം ഭരണാധികാരി ആയിരുന്നിട്ടും ഇതര മതങ്ങളോട് ടിപ്പു ശത്രുത കാണിച്ചില്ല. മൈസൂരിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ പണിതു. പല ക്ഷേത്രങ്ങൾക്കും ഉദാര സംഭാവനകൾ നൽകി. മറാത്തക്കാർ ആക്രമിച്ചു നശിപ്പിച്ച ശൃംഗേരി മഠം പുനർനിർമ്മിക്കാൻ സഹായിച്ചു. മാത്രമല്ല, ഹൈദരാലിയും ടിപ്പുവും മഠവുമായി നല്ല ബന്ധം സൂക്ഷിച്ചിരുന്നു. വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസലിയാരും അടക്കം മലബാർ കലാപ പോരാളികൾ ഉൾപ്പെടെ 387 പേരെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റിയത് ഏറെ ധിക്കാരത്തോടെയായിരുന്നുവല്ലോ. K. സുരേന്ദ്രനിലൂടെ പുറത്തുചാടിയ BJP ഭീഷണി വിലപ്പോവില്ലെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാക്കുകൾ കേരളത്തിന്റെ ആകെ വികാരവും താക്കീതുമായി. ചരിത്രപരമായ അസ്തിത്വമുള്ള പേരുകൾ ഒഴിവാക്കി പുരാണങ്ങളിലേത് അടിച്ചേൽപ്പിക്കുന്നത് RSSന്റെ ഫാസിസ്റ്റ് ചിന്തയുടെ ഭാഗമാണ്.